അസ്സലാമലൈക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അതൊക്കെ ഇടാൻ കുറച്ച് വൈകി പോയില്ലേ, എന്താ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലൊക്കെ കാത്തിരുന്ന അവസാനം ട്രെയിൻ വന്ന് ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ. കാരണം കയറുന്ന ആ ഒരു തിരക്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ പാലക്കാടും കോയമ്പത്തൂരൊക്കെ താണ്ടി ഇങ്ങനെ പോവുക. ഫസ്റ്റ് പാലക്കാടൊക്കെ എത്തുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. കാരണം ആ ഒരു സമയത്ത് മഴയില്ലല്ലോ, തിരിച്ച് വരുമ്പോഴായിരുന്നു മഴയൊക്കെ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു, പക്ഷേ അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരുമല്ലോ ട്രെയിനിൽ, മാങ്ങയായിട്ടും കക്കരിക്കായിട്ടും പൈനാപ്പിളായിട്ടും അതൊക്കെ വാങ്ങി തിന്ന് അങ്ങനെ പോയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ വന്ന് ഈ കീ ചെയിനൊക്കെ ആയിട്ട് കുറച്ച് ചെറുക്കന്മാർ വന്ന് ബബ്ലുവിന് അത് കിട്ടിയേ മതിയോ. പിന്നെ അങ്ങനെ ഒരു കീ ചെയിനൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. പിന്നെ കരൂരിലൊക്കെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്ദേമാതരം ഇത്ര അടുത്തുനിന്ന് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഞാൻ കണ്ടിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കരൂർ കഴിഞ്ഞാൽ പിന്നെ തിരുച്ചിറപ്പള്ളിക്ക് പെട്ടെന്ന് എത്തും, അതുവരെ ഒരു ചടപ്പാണ്. പോതന്നൂരിലൊക്കെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അതിന് തിരുച്ചിറപ്പള്ളി ഫോർട്ടിൽ നമ്മൾ എത്തിയിട്ടോ. തിരുച്ചി ജംഗ്ഷനിൽ വന്നപ്പോൾ ഇതിന് നല്ല മഴയായിരുന്നു. എന്താ അറിയില്ല, ഞങ്ങൾ വന്നുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പം നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് കൂടെ നമുക്ക് ഇറങ്ങേണ്ട കാര്യമില്ല, നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങും. നമ്മൾ കല്ലിക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കൂടെ ഇറങ്ങും. അങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ട് മേലെ വന്ന്, ലിഫ്റ്റിലും ഭയങ്കര തിരക്ക്. പിന്നെ അവിടെ വന്ന് മേലെ വന്നിട്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് തന്നെ വരണം, അതാണ് ബാക്ക് സൈഡിൽ കൂടെ പോകണം. ഇവിടെയൊക്കെ നല്ലോണം മാറി, ഇവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് സൂപ്പറാക്കിയിട്ടുണ്ട്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ സ്റ്റേഷനൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ പോസ്റ്റ് ചെയ്തിരുന്നു, കാരണം ഒരു മഴ കാരണം ഇളയച്ചനൊക്കെ വരാൻ കുറച്ച് വൈകി. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങ് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വന്ന്. പിന്നെ ഇതിൻ്റെ ഇളയച്ചൻ്റെ കുട്ടിയാണ് കേട്ടോ, വലിയ കുട്ടിയാണ്. ഓനൊക്കെ ഓരോ പ്രാവശ്യം ഞാൻ കാണുമ്പോഴും വലുതായി പോവാണ്. ഇത് ഇളയച്ചനാണ് കേട്ടോ. പിന്നെ അങ്ങനെ രണ്ട് ബൈക്കിലായിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറി. ഓല കണ്ടപ്പോൾ പിന്നെ ബബിളി ഞാൻ ഇന്നൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഓല കൂടി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടോ. ഇവിടുന്ന് കുറച്ചുള്ളൂ, 10-20-25 മിനിറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും. കാരണം നമ്മൾ കല്ലിക്കുഴി വഴിയാണ് പോകുന്നത്. നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് എത്താനും അതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് വീട്, റെൻറ്റ് ഹൗസാണ് കേട്ടോ. അപ്പോൾ താഴെ ഇളയച്ചി, മേലെ ഇളയച്ചിൻ്റെ ഉമ്മയാണ് അവിടെ നിൽക്കണതിൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വരാം, ഇതൊക്കെ കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്, അപ്പം വാ നിന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പം കുഴപ്പമില്ല, ഈ എടുത്തെടുത്ത് പറഞ്ഞു. അപ്പോൾ അതാണ് ഞങ്ങളെ വീട്. പിന്നെ ഇത് ഇളയച്ചൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ. പിന്നെ അവിടെ ഇരിക്കുന്നത് ഇർഫാൻ, ഇത് രണ്ടാമത്തെ കുട്ടി. വലിയ കുട്ടി ഫസ്റ്റ് കണ്ടത് കേട്ടോ. അങ്ങനെ 3 കുട്ടികളാണ് ഇളയച്ചനുള്ളത് കേട്ടോ. പിന്നെ ഞാൻ മേലെ പോയിട്ട് എല്ലാവരോടും സലാമൊക്കെ പറഞ്ഞ് പുപ്പിനോടൊക്കെ സലാം പറഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാൻ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്തിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്. തിരുച്ചിന്ന് വന്നാലേ ചൂടാണ്. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഇടങ്ങേറാണ്, കാരണം ചൂട് സഹിക്കാൻ വയ്യ. പിന്നെ ഒരേ ഒരു സമാധാനമുള്ള റൂമിലാകുമ്പോൾ നമുക്ക് AC ഉള്ളതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ നമുക്ക് നാളെ പെരുന്നാൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.